ഹലോ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ. നിങ്ങൾ ഷെല്ലുകൾ കണ്ടു, കെ എൽ എം എൻ. ദീസ് ആർ ദ ഷെൽസ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇനി ഇതിനെല്ലാം സബ്ഷെല്ലുകളുണ്ട് എന്ന് നിങ്ങൾ കണ്ടു. എന്താണ്? കെ ഷെല്ലിന് ഒരു സബ്ഷെല്ലാണ്, അതിനെ നമ്മൾ 1s എന്ന് വിളിക്കും. എൽ ഷെല്ലിന് ദർ ആർ 2 സബ്ഷെൽസ്, 2 സബ്ഷെല്ലുകൾ, 2s ആൻഡ് 2p. ദെൻ എം ഷെല്ലിനോ 3s, 3p ആൻഡ് 3d. ഓക്കെ. എൻ ഷെല്ലിനോ 4s, 4p, 4d ആൻഡ് 4f. ഇതാണ് നമ്മുടെ സബ്ഷെല്ലുകൾ. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോൺ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. ഷെല്ല് ദർ ആർ ഓൺലി 2 ഇലക്ട്രോൺസ്. ഓക്കെ. ഈ 2 ഇലക്ട്രോണും എവിടെ തന്നെ ഇരിക്കണം? 1s സബ്ഷെല്ലിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഈ 1s സബ്ഷെല്ലിൽ തന്നെ ഈ 2 ഇലക്ട്രോണുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നു. എൽ ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി പരമാവധി 8 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എൽ ഷെല്ലിന്. ഈ 8 ഇലക്ട്രോണുകൾ എങ്ങനെയാണ് അതിൽ ക്രമീകരിച്ചിരിക്കുന്നത്? 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ 6 ഇലക്ട്രോൺ. ദെൻ ഓക്കെ. ഇനി എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? മാക്സിമം കപ്പാസിറ്റി ഓഫ് എം ഷെൽ 18 ഇലക്ട്രോൺ. 18 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുക. അത് ഈ 3 സബ്ഷെല്ലുകളിലുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ദേ ആർ അറേഞ്ച്ഡ് ഇൻ ദീസ് 3 സബ്ഷെൽസ്. എങ്ങനെ? ഇൻ 3s 2 ഇലക്ട്രോൺസ്, 3sൽ 2 ഇലക്ട്രോൺ. ദെൻ ഇൻ 3p 6 ഇലക്ട്രോൺ, 3d 10 ഇലക്ട്രോൺ. അപ്പോൾ ആകെ 18 ആയില്ലേ? 10 + 6 16, 10 6 16 +2 18. കണ്ടോ? 18 ഇലക്ട്രോൺസുമായി. അപ്പോൾ ഈ 18 ഇലക്ട്രോൺസിനെയാണ് ഈ 2 6 10 എന്ന രീതിയിൽ ഈ 3 സബ്ഷെല്ലുകളിലായി ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി 4ാമത്തെ ഷെല്ല് എൻ ഷെല്ലിന് മാക്സിമം കപ്പാസിറ്റീസ് 32 ഇലക്ട്രോൺസ്. ഓക്കെ. അതെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? 4sൽ 2, 4pയിൽ 6, 4dയിൽ 10, ദെൻ 4fൽ 14. കണ്ടോ? ഇത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിക്കോ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 32 കിട്ടും നിങ്ങൾക്ക്. 6 + 2 8, 6 2 8 + 10, 8 + 10 എത്ര വരും? 18. 18 + 14 14, 32. കണ്ടോ? 32 ഇലക്ട്രോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഓരോ ഷെല്ലിലെ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് സബ്ഷെല്ലുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഈ സബ്ഷെല്ലുകളുടെ മാക്സിമം കപ്പാസിറ്റി ഈസ് നോട്ട് ദ സെയിം. സബ്ഷെല്ലുകൾക്ക് ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഒരുപോലെയല്ല. ദെൻ ക്യാൻ യു സേ വാട്ട് ഈസ് ദ മാക്സിമം കപ്പാസിറ്റി ഓഫ് ആൻ എസ് സബ്ഷെൽ? ഒരു എസ് സബ്ഷെല്ലിന് പരമാവധി എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. നോക്കൂ, എസ്സിലെല്ലാം 2 വെച്ചല്ലേ വന്നിട്ടുള്ളൂ. ഇവിടെ ആകെ 2 ഉള്ളൂ. ആ 2 എണ്ണം കൊടുത്തു. ഇവിടെ 8 എണ്ണം ഉണ്ടെങ്കിലും 2 എസ്സിൽ വെച്ചുള്ളൂ. ഇവിടെ നോക്കി എല്ലായിടത്തും 3sലും 2, 4sലും 2. അപ്പോൾ മാക്സിമം കപ്പാസിറ്റി ഓഫ് ആൻ എസ് സബ്ഷെൽ ഈസ് 2 ഇലക്ട്രോൺസ്. ഓക്കെ. 2 ഇലക്ട്രോണുകൾ. അതുപോലെ പി സബ്ഷെല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്രയായിരിക്കും? 6. ഡി സബ്ഷെല്ലിൻ്റെ ഏത് വരുമ്പോൾ 10 ആൻഡ് എഫ് 14. അപ്പോൾ ലൈക്ക് ഷെൽസ്, സബ്ഷെൽസ് ഓൾസോ ഹാവ് മാക്സിമം കപ്പാസിറ്റി ടു അക്കോമഡേറ്റ് ഇലക്ട്രോൺസ്. അപ്പോൾ ഷെല്ലുകളെ പോലെ തന്നെ സബ്ഷെല്ലുകൾക്കും ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളുന്ന ഒരു പരമാവധി എണ്ണമുണ്ട്. ആ എണ്ണം എസ് സബ്ഷെല്ലിനെ സംബന്ധിച്ച് 2, പിക്ക് 6, ഡിക്ക് 10, എഫിന് 14 ആണ്. ഓക്കെ. ഈ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ.
ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റും? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളെ ഷെല്ലുകളിൽ എങ്ങനെയാണ് എഴുതിയത്? ഫോർ എക്സാമ്പിൾ, കാർബൺ ആറ്റോമിക് നമ്പർ 6 ഉള്ള കാർബണിൻ്റെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസം, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 2,4. ആദ്യത്തെ ഷെല്ലിൽ 2 വെച്ചു, പിന്നത്തേതിൽ 4 വെച്ചു. കണ്ടോ? എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഷെല്ലിൽ ആദ്യം വെച്ചത്? കാരണം എന്താണ്? ഇറ്റ് ഹാസ് ലോവസ്റ്റ് എനർജി. അപ്പോൾ ദ ലോവസ്റ്റ് എനർജി ഷെൽസ് ഫിൽ ഫസ്റ്റ്. അതേപോലെ തന്നെ സബ് ഷെല്ലുകളുടെ കാര്യത്തിലും ഏറ്റവും ഊർജം കുറഞ്ഞ സബ് ഷെല്ലുകൾ ആദ്യം നിറയും, പിന്നെ ഊർജം കൂടിയത് ആ ക്രമത്തിൽ പോകും. അപ്പോൾ ദ ലോവസ്റ്റ് സബ് ഷെൽസ് ഫിൽ ഫസ്റ്റ്, ദെൻ ദ ഹയസ്റ്റ് എനർജി സബ് ഷെൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പഠിക്കണം? ദ എനർജി ലെവൽസ് ഓഫ് സബ് ഷെൽസ്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽസ് ഓഫ് സബ് ഷെൽസ്, സബ് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമമാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ കുറേ ഷെല്ലുകളുണ്ട്. അതെന്തൊക്കെയായിരുന്നു? നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലേ. 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. കണ്ടോ? ഇവയൊക്കെ നമുക്ക് അവയുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലൊന്ന് ക്രമീകരിക്കാം. വി ഹാവ് ടു അറേഞ്ച് ദീസ് സബ് ഷെൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അപ്പോൾ നമുക്ക് ഏറ്റവും ഇതിൽ ഊർജം കുറഞ്ഞത് 1s സബ് ഷെല്ലാണ്. ദെൻ നെക്സ്റ്റ് ഈസ് 2s സബ് ഷെൽ, ദെൻ 2p, ദെൻ 3s, ദെൻ 3p, ദെൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു വേർതിരിവ് അവിടെ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഷെല്ലിന് ഡി സബ് ഷെല്ലുണ്ടെങ്കിലും അടുത്തതായി വരുന്നത് 4s ആണ്. 4s കഴിഞ്ഞാൽ 3d, 3d കഴിഞ്ഞാൽ 4p, 4p കഴിഞ്ഞാൽ 5s. ഈ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അവയുടെ ഊർജക്രമമാണ്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഓഫ് സബ് ഷെൽസ്. ഈ ഓർഡറിലായിരിക്കും ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ എഴുതി ഈ ഒരു ഊർജക്രമം പഠിച്ചു കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് തരാം. ഓക്കെ.